Hi dear friends, all of you welcome back to my channel. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിഭാഗം വിദ്യാർത്ഥികൾക്ക് വന്നിട്ടുള്ള ഓഡിറ്റ് കോഴ്സ് എക്സാമുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസ് കണ്ടു. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഈ ഒരു ഓഡിറ്റ് കോഴ്സ് എക്സാം ഇതുവരെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഓഡിറ്റ് കോഴ്സ് എക്സാമിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷനാണ്, സപ്ലിമെൻ്ററി എക്സാം രജിസ്ട്രേഷൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. കാലിക്കറ്റ് സർവകലാശാല വിദൂര വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഓൺലൈൻ വിദ്യാഭ്യാസ കേന്ദ്രം 2019-2021 അഡ്മിഷനായിട്ടുള്ള BA, BSc, BCom, BBA വിദ്യാർത്ഥികളുടെ 1 മുതൽ 4 വരെയുള്ള ഓഡിറ്റ് കോഴ്സ് സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. അതായത് 2019 അതുപോലെ 2021 തുടങ്ങിയ അധ്യയന വർഷങ്ങളിലായിട്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ അവരുടെ ഓഡിറ്റ് കോഴ്സ് എക്സാമിന് വേണ്ടിയിട്ട് പാസ്സാവാത്തവർ അല്ലെങ്കിൽ എഴുതാതെ വിട്ടുപോയവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സപ്ലിമെൻ്ററിക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കുക. ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 17/12/2024 ആണ്. അതായത് ഡിസംബർ 17 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ കാലിക്കറ്റ് സർവകലാശാലയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് പോസ്റ്റ് പേയ്മെൻറ്റ് വഴി രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത് ഒരു പേപ്പറിന് 50 രൂപ വെച്ചാണ് ഫീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ 4 സെമസ്റ്ററിലേക്ക് 4 പേപ്പറുകളാണുള്ളത്. അപ്പോൾ ഓരോ പേപ്പറിനും 50 രൂപ വെച്ചാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതുപോലെ നിങ്ങളുടെ MCQ അതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും എക്സാം ഉണ്ടാവുക. ഓരോ സെമസ്റ്ററിലെയും MCQ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ ചാനലിൽ ഓഡിറ്റ് കോഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ ഒന്ന് പോയിട്ട് കാണാൻ. നിങ്ങൾക്ക് എക്സാമിന് MCQ ക്വസ്റ്റ്യൻസ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സാം ഫസ്റ്റ് സെമസ്റ്റർ ആയിട്ടുള്ള എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ്, സെക്കൻഡ് സെമസ്റ്ററിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, തേർഡ് സെമസ്റ്ററിലെ ഹ്യൂമൻ റൈറ്റ്സ്, അതുപോലെ ഫോർത്ത് സെമസ്റ്ററിലെ ജെൻഡർ സ്റ്റഡീസ് എന്നീ പേപ്പറുകളാണ് നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുപോലെ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, എക്സാം എന്ന് പറയുന്നത് 30 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ എക്സാമുകളായിരിക്കും. നിങ്ങൾക്ക് ഓരോ സെമസ്റ്ററിലെ പേപ്പറുകൾക്കും 30 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതുപോലെ പരീക്ഷയുടെ പരമാവധി സമയം 1 മണിക്കൂറാണ്. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യുക. അതുപോലെ പാസ് മാർക്ക് നിങ്ങൾക്ക് 30-ൽ 40% അല്ലെങ്കിൽ 30-ൽ 12 മാർക്കാണ് പാസ്സാവാൻ ആവശ്യമായിട്ടുള്ളത്. 2024 ഡിസംബർ മാസത്തിൽ തന്നെ ഇതിൻ്റെ റിസൾട്ടും ഇതിൻ്റെ എക്സാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഡിസംബറിൽ തന്നെ നമുക്ക് എക്സാം ഉണ്ടാവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ പരീക്ഷയുടെ മറ്റ് ഷെഡ്യൂള് കാര്യങ്ങളെല്ലാം SDE വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഓൺലൈൻ ലിങ്കും നിങ്ങൾക്ക് UG ഓഡിറ്റ് കോഴ്സ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ആ ഒരു ലിങ്കിൽ കയറി നിങ്ങൾ എക്സാം എഴുതേണ്ടത്. അപ്പോൾ അതായത് നമുക്കറിയാം ഓൺലൈനായിട്ടാണ് ഓഡിറ്റ് കോഴ്സ് എക്സാം ഉണ്ടാവുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വെബ്സൈറ്റിലെ ഓഡിറ്റ് കോഴ്സ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് ടൈം ടേബിൾ ചെക്ക് ചെയ്തതിന് ശേഷം ആ ഒരു കറക്റ്റ് ടൈമിൽ നിങ്ങൾ വെബ്സൈറ്റിൽ പോകുക. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അങ്ങനെയാണ് 4 സെമസ്റ്ററിലെയും എക്സാമുകൾ അറ്റൻഡ് ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് കയറാൻ കഴിയില്ല. അതുപോലെ പാസ് മാർക്ക് 12 മാർക്കാണ് വരുന്നത്. 30-ൽ 12 മാർക്കാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി പ്രത്യേകമായിട്ട് ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ 1, 2, 3, 4 സെമസ്റ്ററുകളിലെ UG ഓഡിറ്റ് കോഴ്സ് പരീക്ഷ പാസ്സായാൽ മാത്രമേ ഡിഗ്രി പാസ്സായ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും സർട്ടിഫിക്കറ്റും ഒക്കെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു എക്സാമിന് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള വീഡിയോ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഈ എക്സാമുകളൊക്കെ എഴുതി പൂർത്തീകരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പാസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ഇയർ അടുത്ത വർഷം നടക്കുന്ന എക്സാമിന് മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ കഴിയുകയുള്ളൂ. ഓക്കെ,
അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു സംശയങ്ങൾക്ക് നിങ്ങൾക്ക് 04942400288 അതുപോലെ 240735 എന്ന് പറയുന്ന ഫോൺ നമ്പറുകളിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഓഡിറ്റ് കോഴ്സ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ സപ്ലിമെൻ്ററി രജിസ്ട്രേഷൻ ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക്